തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മയെ തൽക്കാലം വിട്ടയക്കും, ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അതിപ്പം ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. തീർച്ചയായും. അത് ടൈം ഒരു രാവിലെ ഒരു 6 മണിയോടെ എന്ന് പറയാം. അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കാം. ദേവേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ കുടുംബ വീട്ടിൽ നടന്നു. അച്ഛനെയും മുത്തശ്ശിയെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചു. ഇരുവരെയും ഇടയ്ക്ക് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് അമ്മയെയും തൽക്കാലം വിട്ടയക്കും എന്നാണ്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി. ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും. സലീം മാലിക് വിവരങ്ങൾ നൽകും ബാലരാമപുരത്ത് നിന്ന്. സലീം, ഇതിൽ എന്തിന് ഇയാൾ ഈ അതിക്രൂര കുറ്റകൃത്യം ചെയ്തു? ഈ കുഞ്ഞിനെ എന്തിന് കിണറ്റിലെറിഞ്ഞു എന്ന ചോദ്യത്തിന് അയാൾ പോലീസിനോടൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഇയാളുടെ ചേതോവികാരം? ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തത് എന്തിന് എന്നതിലൊരു ഉത്തരമായിട്ടുണ്ട്? വിജയകുമാർ, ഈ കൊടും ക്രൂരത ചെയ്യാനുള്ള കാരണം ഹരികുമാർ പറഞ്ഞ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഹരികുമാറിൻ്റെ ചില ആവശ്യങ്ങളും താല്പര്യങ്ങളും അത് ഈ സഹോദരിയുമായി ഉണ്ടായിരുന്നു. ആ ആവശ്യങ്ങളും താല്പര്യങ്ങളും നടക്കാത്തതിൻ്റെ പകയാണ് ഈ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. ഇത്തരം നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ചില നിർണായക തെളിവുകളാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഹരികുമാറിനെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അമ്മയെ സംശയത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അമ്മയെ വിട്ടയച്ചാലും ഇന്ന് ഒരുപക്ഷെ വിട്ടയക്കും എന്നാണ് പോലീസ് പറയുന്നത്. ചിലപ്പോൾ അത് ഉണ്ടാവുകയുമില്ല. അതിനെ സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ കൂടി ശേഖരിക്കുകയാണ്. എങ്കിലും വരുന്ന ദിവസങ്ങളിൽ വീണ്ടും തെളിവെടുപ്പിനായി വിളിക്കുകയും ചെയ്യും. അതിക്രൂരമായ കൊലപാതകം ചെയ്ത ഒരു വെറും 2.5 വയസ്സുകാരിയെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് പിന്നാലെ പോലീസ് ഇന്ന് രാവിലെ മുതൽ 9 മണി മുതൽ ഈ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഓരോന്നോരോന്നായി അതിൻ്റെ ആ അന്വേഷണത്തിന് ചുരുളുകൾ അഴിച്ചതിന് ശേഷമാണ് പ്രതി ഹരികുമാറിലേക്ക് എത്തിയത്. നിലവിൽ പ്രതി ഹരികുമാറിനെ ഒരാൾ മാത്രമാണ് കൃത്യം ചെയ്തത് എന്ന നിഗമനത്തിലാണ് പോലീസെങ്കിലും സംശയത്തിൻ്റെ നിഴലുകൾ ഇപ്പോഴും അമ്മയ്ക്കെതിരെ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ കൊടും കുറ്റവാളിയുടെയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്കായി പോകും. നമ്മൾ ആ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടിറങ്ങുകയാണ്. ആ കൊടും കുറ്റവാളിയെ, ക്രൂരനെ, മനുഷ്യരൂപം പൂണ്ട മൃഗം. ആ മൃഗം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കാകും കൊണ്ടുപോകുക. പോലീസ് അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്കായി ആ പ്രതിയെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ ഇറക്കിയതിനു ശേഷം പോലീസ് വീണ്ടും അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഹരികുമാറിനെ. ഹരികുമാർ ഒറ്റയ്ക്കാണ് നിലവിൽ കൃത്യം ചെയ്തത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അപ്പോഴും പോലീസ് DYSP തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, മറ്റാർക്കെങ്കിലും റോളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. വിട്ടയച്ച അച്ഛനെയും മുത്തശ്ശിയും ഉൾപ്പെടെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും. അതിലേറ്റവും അധികം സംശയം പോലീസിന് ഇപ്പോഴും ഉള്ളത് അത് ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ്. അമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംശയങ്ങൾ പോലീസ് അതേപടി തന്നെ നിലനിർത്തിക്കൊണ്ടാവും ഇന്ന് വിട്ടയക്കുകയും ചെയ്യുക. ചില തെളിവുകളുടെ കൂടി ഈ എന്തിന് കൊലപ്പെടുത്തി എന്നതിൽ ചില തെളിവുകൾ കൂടി പോലീസിന് ഈ ഘട്ടത്തിലും ആവശ്യമായുണ്ട്. അതായത് ഈ കേസിന്റെ 90% കുരുക്കുകളും പോലീസ് അഴിച്ചിട്ടുണ്ട്. ബാക്കി 10% കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്ത് എന്നുള്ളതിലെ 10%ലാണ് പോലീസ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. അതുൾപ്പെടെ മുഴുവൻ പൂർത്തീകരിച്ച ശേഷമാകും ഈ കുഞ്ഞിന്റെ അമ്മയും ഈ അമ്മാവനും നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുവല്ലോ. അതൊക്കെ പരിശോധിക്കുമ്പോഴും ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്, മറ്റാർക്കും അതിൽ പങ്കില്ല എന്നത് ഏതാണ്ട് 90% ഉറപ്പിക്കുകയാണ് പോലീസ് എന്ന് തോന്നുന്നു. വലിയ സൂചനകൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ചോദ്യം ചെയ്യലിൽ ഇന്ന് ഈ അമ്മയെ പോലീസ് വിട്ടയക്കുന്നത്.
വിജയകുമാർ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ വാട്സാപ്പ് ചാറ്റിൽ നിന്നാണ് ചില നിർണായക വിവരങ്ങൾ കിട്ടിയത്. പക്ഷെ അത് ആ വിവരങ്ങൾ കൊണ്ട് മാത്രം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, കൊലപാതകത്തിലേക്ക് എത്തിയ കാരണത്തിൽ അമ്മ ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതും ഒപ്പം തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണനയും കൊണ്ടാണ് ഇന്ന് രാത്രി എന്തായാലും ഈ അമ്മയെ വിട്ടയക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത്, കേസിൽ നിർണായകമായത് ഈ വാട്സാപ്പ് ചാറ്റുകളാണ്. തുടക്കത്തിൽ തന്നെ ഈ അമ്മ പറഞ്ഞ മൊഴികൾ, അത് ആദ്യഘട്ടത്തിൽ അമ്മ പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞിരുന്ന ആ മൊഴികൾ പിന്നീട് പോലീസ് അത് ഒരുപക്ഷെ സത്യമായേക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി എത്തി. അതായത് ഈ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നതൊക്കെ തന്നോടൊപ്പമായിരുന്നു. അതിനുശേഷം താൻ എഴുന്നേറ്റതിന് ശേഷം അച്ഛൻ്റെ അടുത്തേക്ക് കിടത്തി, അതിന് പിന്നാലെയാണ് കാണാതായത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഈ മൊഴിയിൽ ആദ്യഘട്ടത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നു. ആ അവ്യക്തത പിന്നീട് മാറുകയാണ്. പിന്നീട് മാറിയതിനു ശേഷം അക്കാര്യത്തിൽ സംശയിക്കാനില്ല എന്നുള്ളതും അച്ഛൻ പറഞ്ഞതും കൃത്യമായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഈ അവ്യക്തതയൊക്കെ മാറ്റുന്നത് ഇവർ തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിലൂടെയാണ്. ഈ അന്വേഷണവുമായി അതല്ലെങ്കിൽ ഈ മൊഴിയെടുപ്പുമായി അമ്മ സഹകരിക്കാഞ്ഞത് തുടക്കത്തിൽ അതാ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആ ക്രൂരനായ കൊടും ക്രൂരതയാണ്, ആ കൊടും കുറ്റവാളിയാണ്. ആ കൊടും കുറ്റവാളി ഒരു 2.5 വയസ്സുകാരിയെ ഒരു നിർദാക്ഷിണ്യം കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്ന ക്രൂരൻ, അതിക്രൂരൻ. ആ ക്രൂരനെ ഇപ്പോൾ വൈദ്യപരിശോധന പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമ്മാവൻ ഹരികുമാർ, ആ കുഞ്ഞിൻ്റെ 2.5 വയസ്സുകാരിയുടെ അമ്മാവൻ ഹരികുമാറാണ് വാഹനത്തിലുള്ളത്. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ അമ്മയെ തൽക്കാലം വിട്ടയക്കുകയാണ്. അച്ഛനെയും മുത്തശ്ശിയെയും നേരത്തെ ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു. ഇത് ഇയാൾ ഇപ്പോൾ പോലീസ് വാഹനത്തിനാണ്. അയാൾ അതിൽ ഇരുന്ന് കരയുന്നുണ്ട്. അയാൾ എന്തിനാണ് കരയുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും ക്രൂരമായി, ദയാരഹിതമായി ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് അത് കിണറ്റിൽ വീണ് ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ, അത് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാണ്. ഒന്നും അറിയാതെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന് അതിനുശേഷം അയാൾ കരയുന്നു വാഹനത്തിലിരുന്ന്. എന്തിനാണ് അയാൾ കരയുന്നതെന്ന് അറിയില്ല. അയാൾ കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട്. അയാളാണ് ചെയ്തതെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അയാളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. സലീം മാലിക് ചേരുന്നു. സലീം, അയാൾ വാഹനത്തിലിരുന്ന് കരയുന്നുണ്ട്. ഇത്രയും കൊടും ക്രൂരകൃത്യം ചെയ്തിട്ട് അയാൾ എന്തിന് കരയുന്നു എന്ന് ആർക്കും ചോദിക്കാമല്ലോ. ഉറപ്പായും വിജയകുമാർ, എന്തിനാണ് അയാൾ കരയുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായും ചോദിക്കാം. കാര്യം മനുഷ്യരൂപം പൂണ്ട മൃഗം, ഒരു വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ മൃഗം, നമുക്ക് അതിനപ്പുറത്തേക്ക് വിശേഷിപ്പിക്കാൻ ഒരു വാക്കുകളേ ഇല്ല. അയാളുടെ കണ്ണീരിന് എന്തു വില എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നു. അയാൾ എത്ര കരഞ്ഞാലും ശരി, അയാളുടെ എത്ര കണ്ണീര് വീണാലും ശരി, വെറും 2.5 വയസ്സുകാരിയെ കൊന്ന ആ ക്രൂരൻ, ആ കൊടും കുറ്റവാളിക്ക്, മനുഷ്യരൂപം പൂണ്ട മൃഗത്തിന് കരയാൻ പോലും അവകാശമില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, അതിലെ വാസ്തവവും അവാസ്തവവും ഒക്കെ പോലീസ് തന്നെ കണ്ടെത്തട്ടെ. എന്തായാലും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാവുന്നത്, ഈ കൊടും ക്രൂരത, ഈ കൊടും കുറ്റവാളി ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും കാരണങ്ങൾ, അതല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും സഹായം അമ്മയിൽ നിന്നോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ പോലീസ് പറയുന്നത് പ്രകാരം അമ്മയുമായി ചില താല്പര്യങ്ങൾ ഈ സഹോദരനുണ്ടായിരുന്നു. പക്ഷേ അതിന് വഴങ്ങാത്തതിന് കാരണം ഈ കുഞ്ഞാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ പകയിൽ ആ കുഞ്ഞിനെ പുലർച്ചെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ അമ്മയുണ്ട്. അമ്മയെ അല്പസമയത്തിനകം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കും എന്നാണ് പറയുന്നത്. പക്ഷേ നാളെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലാണ് ഇയാളുടെ ഹരികുമാറിന്റെ വൈദ്യപരിശോധന നടക്കുന്നത്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരും. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം നാളെ രാവിലെയോടുകൂടി കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. കോടതിയിലേക്ക് ഹാജരാക്കിയാൽ സ്വാഭാവികമായും റിമാൻഡാണ്. റിമാൻഡിന് ശേഷം കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും. കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്യും. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ കേസിലെ ഒരൊറ്റ പകൽ കൊണ്ടാണ് ഈ കേസിലെ ചുരുളുകൾ അഴിയുന്നത് എന്നുള്ളതാണ്. വളരെ അതിക്രൂരമായ ഒരു കൊലപാതകം അതിന്ന് പകൽ സംഭവിക്കുന്നു. പുലർച്ചയോടുകൂടി ബാലരാമപുരം പോലീസിൽ ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തുന്നു. ചില സംശയങ്ങൾ തോന്നുന്നു. കുട്ടി കിണറ്റിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് പിന്നാലെ കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്യുന്നു. ശരി സലീം, എന്തായാലും അയാളെ അവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി അതിന്റെ തുടർ നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹരികുമാർ, അങ്ങനെയാണ് ആ പ്രതിയുടെ പേര്, കുഞ്ഞിന്റെ അമ്മാവനാണ്. അയാളുടെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും നടക്കാത്തതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്മയും ആ സഹോദരനും എന്ന് വെച്ചാൽ
അമ്മാവനും അമ്മയും തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് ഇതിന് തെളിവായി പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകും. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അവരെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കിയിട്ടില്ല പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലുണ്ട് അമ്മയും. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്ന് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നുണ്ട്. അബ്രഹാം തോമസ് പറയുന്നു, കേരളത്തിൽ ഓരോ ദിവസവും ഓരോ ക്രിമിനലുകൾ ഉടലെടുക്കുകയാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകൾക്കൊക്കെ അത്തരത്തിൽ ഒരു സ്വഭാവമുണ്ട് എന്ന പ്രേക്ഷകന്റെ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ്. ദിലീപ് പറയുന്നു, മാധ്യമങ്ങൾ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ അനുകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇന്നലെയും സമാനമായ നിർദ്ദേശങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നു വന്നതാണ്. സനീഷ് പറയുകയാണ്, അതേ കിണറ്റിൽ മുക്കിപ്പിടിച്ച് അയാളെയും കൊല്ലണം. ആളുകളുടെ രോഷം, വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. അസ്മാബി പറയുന്നു, ഇപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, വിശ്വസിച്ചേ പറ്റൂ എന്ന അവസ്ഥ നമ്മളുടെ മുന്നിലുണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒറ്റ കേൾവിയിൽ ഒറ്റ കാഴ്ചയിൽ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നുന്നത് തന്നെയാണ്. എങ്ങനെയാണ് ഇതിനോട് പൊരുത്തപ്പെടുക എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ ചുറ്റുപാടും നടക്കുന്നതാണ്. അത് റിപ്പോർട്ട് ചെയ്യുക, കാണുക, അറിയുക എന്നത് നമ്മളുടെ അവസ്ഥയാണ്. അതാണിപ്പോൾ സംഭവിക്കുന്നത്. പലതും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം കൊടും ക്രൂരത ഓരോ ദിവസവും നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ എത്തുകയും ചെയ്യുന്നത്.